നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം റിപ്പോർട്ടുകൾ വിശദമായി. ഒമാൻ തീരത്ത് മുങ്ങിയ എണ്ണക്കപ്പലിൽ നിന്ന് 8 ഇന്ത്യക്കാരടക്കം 9 പേരെ ജീവനോടെ രക്ഷിച്ചു. ദുബായിൽ നിന്ന് ഏദനിലേക്ക് പോയ പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ദുബായിൽ നിന്ന് യമൻ തുറമുഖമായ ഏഡനിലേക്ക് പുറപ്പെട്ട കപ്പൽ തിങ്കളാഴ്ച ഒമാനിലെ ദുഖം തുറമുഖത്തിന് സമീപം റാസ് മദ്രാഖയിൽ നിന്ന് 25 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് മറിഞ്ഞത്. 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കക്കാരും ഉൾപ്പെടെ 16 ജീവനക്കാരാണ് ആകെ കപ്പലിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഇന്നലെ മുതൽ ഇന്ത്യൻ നാവികസേനയുടേതുൾപ്പെടെ പിന്തുണയോടെ നടത്തിയ തിരച്ചിലിലാണ് കാണാതായ 9 പേരെ രക്ഷിക്കാനായത്. രക്ഷപ്പെടുത്തിയവരിൽ 8 പേർ ഇന്ത്യക്കാരും ഒരാൾ ശ്രീലങ്കൻ സ്വദേശിയുമാണ്. മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതിനിടെ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നതും ശക്തമായ കാറ്റും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് നാവികസേന വക്താവ് അറിയിച്ചു. INS ടെഗും ദീർഘദൂര നിരീക്ഷണ വിമാനമായ P-8I തിരച്ചിലിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. 24 ദുബായ്. ഏപ്രിലിൽ പെയ്ത കനത്ത മഴയിൽ കേടുപാടുണ്ടായ വീടുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താനാവശ്യമായ തുക ഉടൻ നൽകണമെന്ന് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 15 മില്യൺ ദിർഹത്തിലധികം തുകയാണ് ഇതിനായി അനുവദിച്ചത്. 75 വർഷത്തിനിടെ പെയ്ത പേമാരിയിൽ നിരവധി വീടുകൾക്കാണ് UAE കേടുപാടുകൾ സംഭവിച്ചത്. ഇതിൽ കേടായ വീടുകൾ അറ്റകുറ്റപ്പണി നടത്താനായി 1,53,30,000 ദിർഹമാണ് ഭരണാധികാരി അനുവദിച്ചത്. പണം ഗുണഭോക്താക്കൾക്ക് ഉടനടി വിതരണം ചെയ്യണമെന്നാണ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ഷാർജ സാമൂഹിക സേവന വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 50,000 ദിർഹമാണ് ഓരോരുത്തർക്കും നഷ്ടപരിഹാര തുകയായി ലഭിക്കുക. 618ഓളം ആളുകൾക്ക് ഇതിനോടകം പണം കൈമാറിയതായി ഷാർജ ഗവൺമെന്റ് മീഡിയ ബ്യൂറോ അറിയിച്ചു. ഭാവിയിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടുന്നതിനായി സജീവമായ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് ഏപ്രിലിൽ ഭരണാധികാരി നിർദ്ദേശപ്രകാരം ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിർദ്ദേശം നൽകിയിരുന്നു. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വീട്ടുകാർക്ക് സഹായം ലഭിക്കുന്നതിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 24 ഷാർജ. നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്കയുടെ ദ്വിവത്സര സമ്മേളനം ഒക്ടോബർ 4-5 തീയതികളിൽ ന്യൂയോർക്കിലെ ആൽബനി ക്രൗൺ പ്ലാസയിൽ നടക്കും. ഇന്ത്യൻ വംശജരായ 10,000-ലധികം നഴ്സസിനെയും നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് സംഘടനയുടെ ലക്ഷ്യം. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 20 ചാപ്റ്ററുകൾ ഇതിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനത്തിന്റെ ഭാഗമായി ഭരതനാട്യം അവതരിപ്പിച്ച് ശ്രദ്ധേയരായി മലയാളി സംഘം. പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിച്ചപ്പോഴാണ് നർത്തകി പ്രിയദർശിനി രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഭരതനാട്യം അവതരിപ്പിച്ചത്. ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി ഒരുക്കിയത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇവന്റിന്റെ ഭാഗമായിട്ടായിരുന്നു കലാവിരുന്ന്. ആരാധകൻ ഡിസൈൻ ചെയ്ത സമ്മാനിച്ച ഷർട്ട് ധരിച്ചെത്തി ഞെട്ടിച്ച് മമ്മൂട്ടി. മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച് ശരീരം തളർന്ന മലപ്പുറം സ്വദേശി ജസ്ഫർ കോട്ടക്കുന്നാണ് മമ്മൂട്ടിക്ക് ഷർട്ട് സമ്മാനിച്ചത്. ചുണ്ടുകൾക്കിടയിൽ പെയിന്റിംഗ് ബ്രഷ് കടിച്ചുപിടിച്ചാണ് ജസ്ഫർ ഡിസൈൻ ചെയ്തത്. ഇടിയൻ ചന്തുവിന്റെ ഓഡിയോ ലോഞ്ചിനായി നമ്മുടെ മഹാനടൻ മമ്മൂട്ടി വന്ന് ഇറങ്ങുന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. ആ വെളുത്ത ഷർട്ട് ധരിച്ച് മമ്മൂട്ടി വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങ് ദുബായിൽ മനസ്സു നിറഞ്ഞ് ഒരാൾ ഇരിപ്പുണ്ട്. എൻ്റെ അടുത്തുണ്ട് ആ ആൾ, ജസ്ഫർ കോട്ടക്കുന്ന്. ജസ്ഫർ കഴിഞ്ഞ മാസമാണ് തന്റെ ഇഷ്ടതാരത്തിന് താൻ ചുണ്ടുകൊണ്ട് പെയിന്റ് ചെയ്ത ലിനൻ ഷർട്ട് കൈമാറിയത്. ഒരു സിനിമാ പ്രൊമോഷനായി മമ്മൂട്ടി ദുബായിലെത്തിയപ്പോഴായിരുന്നു താൻ വരച്ച മമ്മൂട്ടിയുടെ ചിത്രവും ഒപ്പം താൻ ഡിസൈൻ ചെയ്ത ഷർട്ടും കൈമാറിയത്. തീർച്ചയായും ഒരിക്കൽ ധരിക്കുമെന്ന് മമ്മൂട്ടി അന്നേ ജസ്ഫറിനോട് പറഞ്ഞിരുന്നു. പക്ഷേ തിരക്കിൽ മറന്നു കാണുമെന്നായിരുന്നു ജസ്ഫർ കരുതിയത്. എന്നാൽ ജസ്ഫറിനെ ഞെട്ടിച്ച് കഴിഞ്ഞ ദിവസം ഒരു പാട്ടിന് ലോഞ്ചിന് താരമെത്തിയത് അതേ ഷർട്ടുമിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മാസം മുന്നാണ് ദുബായിൽ വെച്ച് മമ്മൂക്കനെ കണ്ടത്. അപ്പോൾ ഞാൻ വരച്ചൊരു പോർട്രേറ്റ് അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് എന്നും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പോർട്രേറ്റ് ചെയ്ത് കൊടുത്ത് അദ്ദേഹം അത് സൈൻ ചെയ്ത് തന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും അറിയാം, അത് ഒരു ട്രെൻഡ് സെറ്ററാണല്ലോ അദ്ദേഹം, യുവാക്കളുടെ പോലും. അപ്പോൾ ഒരു ഷർട്ട്, അതൊരു ആർട്ട് പീസ് പോലെയാണ് തയ്യാറാക്കിയത്. ഒരു പെയിൻറ്റിങ് ഷർട്ടിൽ ചെയ്തു, ഒരു അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്. അപ്പോൾ അതും കൂടെ ഞാൻ അദ്ദേഹത്തിന് ആ സമയത്ത് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഷർട്ടിന്റെ സൈസൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്?
അത് മലയാള സിനിമയിൽ വസ്ത്രാലങ്കാരം ചെയ്യുന്ന പലരായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിൽ വർക്ക് ചെയ്ത പലരായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ട് കറക്റ്റ് സൈസിൽ ഒരു ഷർട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചു. ആ പെയിന്റിങ് എങ്ങനെയാ, എത്ര കാലം എടുത്തു? അത് ഒരു ദിവസത്തെ വർക്കാണത്. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആ മഹാനടന് വേണ്ടി മറ്റൊരു സർപ്രൈസ് കൂടെ ജസ്ഫർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയാമോ അത്? തീർച്ചയായിട്ടും. ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സീരീസ് ഓഫ് പെയിൻറ്റിങ് ചെയ്യണമെന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ള. അപ്പോൾ അതും കൂടി ഒരു ആഗ്രഹമുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ ദുബായിലുണ്ടെങ്കിൽ എന്തായാലും വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സിബിഷൻ. വൈകല്യത്തെ മനക്കരുത്തുകൊണ്ട് നേരിട്ട് സധൈര്യം മുന്നോട്ട് പോകുന്ന ജസ്ഫറിന് UAE സർക്കാർ ഗോൾഡൻ വിസ ഉൾപ്പെടെ നൽകി ആദരിച്ചിട്ടുണ്ട്. നിശ്ചയദാർഢ്യ വിഭാഗക്കാരിലെ കലാകാരന്മാർക്കായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് ജസ്ഫർ. ദുബായിൽ നിന്നും ചലച്ചിറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. മറ്റു വാർത്തകൾ നോക്കാം. കർണാടകയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സ്ഥാപനങ്ങളിൽ തദ്ദേശ സംവരണം നടപ്പിലാക്കാനുള്ള നടപടികൾ സർക്കാർ താൽക്കാലികമായി മരവിപ്പിച്ചു. IT മേഖലയിൽ നിന്ന് ഉൾപ്പെടെ വ്യാപക പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ബില്ല് മരവിപ്പിച്ചത്. തുടർ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂവെന്ന് സർക്കാർ അറിയിച്ചു. മാനേജ്മെന്റ് പദവികളിൽ 50%, നോൺ മാനേജ്മെന്റ് ജോലികളിൽ 75% കന്നഡിഗരെ നിയമിക്കണമെന്നായിരുന്നു ബില്ലിലെ വ്യവസ്ഥ. പ്രതിഷേധം ശക്തമാകുന്നതിനിടെ സംവരണവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച എക്സ് പോസ്റ്റ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പിൻവലിച്ചിരുന്നു. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയായ ഗച്ച്രോളിയിൽ 12 മാവോയിസ്റ്റുകളെ പോലീസ് വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. AK-47 അടക്കമുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തു. 6 മണിക്കൂറിലേറെ നീണ്ട ഏറ്റുമുട്ടൽ. സമീപകാലത്ത് മാവോയിസ്റ്റ് വിരുദ്ധ സേനയായ C-60 കമാൻഡോസ് നടത്തിയ വലിയ ഓപ്പറേഷനുകളിൽ ഒന്നാണിത്. ഛത്തീസ്ഗഡ് അതിർത്തിയോട് ചേർന്ന് വണ്ടൂളി എന്ന ഗ്രാമത്തിൽ 15ലേറെ മാവോയിസ്റ്റുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് തെരച്ചിൽ തുടങ്ങിയത്. പിന്നാലെ കനത്ത വെടിവെപ്പ്. 12 മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെത്തി. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ദിബാഗഡ് ദളത്തിന്റെ നേതൃനിരയിലുള്ള ലക്ഷ്മൺ അത്രം എന്ന വിശാൽ അത്രം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മാവോയിസ്റ്റുകളുടെ തിരിച്ചടിയിൽ 2 പോലീസുകാർക്ക് വെടിയേറ്റു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് സൂചന. ഏറ്റുമുട്ടൽ നടത്തിയ C-60 കമാൻഡോസിന് മഹാരാഷ്ട്ര സർക്കാർ 51 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 24 മുംബൈ. ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 4 സൈനികരുടെ വീരമൃത്യുവിന് കാരണക്കാരായ ഭീകരരെ ഉടൻ കണ്ടെത്തുമെന്നും നുഴഞ്ഞുകയറ്റം ശാശ്വതമായി തടയുകയാണ് ലക്ഷ്യമെന്നും സൈന്യം അറിയിച്ചു. വനമേഖലകളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്നാണ് നിഗമനം. സ്ഫോടക വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ സഹിതമാണ് സൈന്യത്തിന്റെ പരിശോധന. ഡോഡയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ 4 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ക്യാപ്റ്റൻ ബ്രിജേഷ് ഥാപ്പ, നായിക് ഡി രാജേഷ്, സൈനികരായ ബിജേന്ദ്ര, അജയ് നരുക എന്നിവർക്ക് നേരെ ഭീകരർ ഒളിയാക്രമണം നടത്തുകയായിരുന്നു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രാദേശിക വിഭാഗമായ കശ്മീർ ടൈഗേഴ്സാണ് ആക്രമണം നടത്തിയതെന്ന് സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. ഡോഡയിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള ദേശ ഫോറസ്റ്റ് ബെൽറ്റിലെ ധാരി ഗോട്ടെ ഉരാർബാഗിലായിരുന്നു ഏറ്റുമുട്ടൽ. ഭട്ട മേഖലയിലടക്കം ഭീകരരുടെ ആക്രമണ പദ്ധതി സൈന്യം തകർത്തു. ഭീകരവാദം ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 24 ഡൽഹി. തിരുവനന്തപുരം നന്ദിയോട് പടക്കശാലയിലെ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉടമ ഷിബു മരിച്ചു. ഇന്ന് രാവിലെയാണ് പടക്കക്കടയ്ക്കും ഗോഡൌണിനും തീപിടിച്ചത്. ഷിബുവിന് 70% പൊള്ളലേറ്റിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം സംഭവിച്ചത്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. വിവിധയിടങ്ങളിലായി ഇന്ന് 5 പേർ മരിച്ചു. നിരവധി വീടുകൾ തകർന്നു. സംസ്ഥാനത്തുടനീളം ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികനായ സിയാദ് മനസ്സിൽ ഉനൈസ് ചികിത്സയിരിക്കെയാണ് മരിച്ചത്. ഇടുക്കി മാങ്കുളത്ത് കാൽവഴുതി പുഴയിൽ വീണ താളുംകണ്ടം സ്വദേശി സനീഷിന്റെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് നായർകുന്ന് ചെക്ക് ഡാമിൽ വീണ് കാണാതായ മുതുകുന്നി സ്വദേശി രാജേഷിന്റെ മൃതദേഹവും ഇന്ന് കണ്ടെത്തി. തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ അലൂഷ്യസ് മരിച്ചു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ കനത്ത നാശനഷ്ടം വിതച്ചത്. ഇടുക്കി കരുണാപുരത്തും ഉടുമ്പൻചോലയിലും മരം വീണ് വീടുകൾ തകർന്നു. മാങ്കുളം പെന്തക്കോസ് മിഷൻ ചർച്ചിന് സമീപം
മണ്ണിടിച്ചിലിൽ ചുറ്റുമതിലും മഴവെള്ള സംഭരണിയും തകർന്നു. കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. മാങ്ങാനം ആണത്താണത്തിന് സമീപം കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണു. വീടിനും ആരാധനാലയത്തിനും കേടുപാട് സംഭവിച്ചു. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശക്തമായ കാറ്റിലും മഴയിലും മലപ്പുറം ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 11 വീടുകൾ ഭാഗികമായി തകർന്നു. എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിൽ വെള്ളം കയറി. പരപ്പനങ്ങാടിയിൽ മരം വീണ് കണ്ടെയ്നർ ലോറി തകർന്നു. കോഴിക്കോട് ചാലിയാറിലും ചെറുപുഴയിലും ജലനിരപ്പ് വർദ്ധിച്ചതോടെ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ 33 വീടുകളാണ് ഭാഗികമായി തകർന്നത്. വിലങ്ങാട്, പുല്ലുവ, വാണിമേൽ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. വനമേഖലയിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം. വടകരയിൽ മിന്നൽ ചുഴലിയിൽ കടകൾ തകർന്നു. വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മലവെള്ളപ്പാച്ചിലിൽ തടയണകൾ തകർന്ന് കല്ലുകൾ റോഡിലേക്ക് പതിച്ചു. ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ഫയർഫോഴ്സും പോലീസും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ മാനന്തവാടി പാൽച്ചുരം റോഡിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. വയനാട്ടിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. ഇരുളം ചാത്തമംഗലത്ത് വൻമരം കടപുഴകി വീണ് വാട്ടർ ടാങ്ക് തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 4 സ്കൂളുകൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചേവായൂർ NGO ക്വാർട്ടേഴ്സ് ഹൈസ്കൂൾ, കോഴിക്കോട് IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടൂളി GLP സ്കൂൾ, മുട്ടോളി ലോലയിൽ അങ്കണവാടി എന്നിവയ്ക്കാണ് അവധി. തൃശൂർ ജില്ലയിൽ അവധി എന്നത് വ്യാജ വാർത്തയാണെന്ന് കലക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് 3 മരണം. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 129 പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു. 12,508 പേരാണ് ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയത്. H1N1, ഡെങ്കി, വെസ്റ്റ് നൈൽ പനി എന്നിവ ബാധിച്ച 3 പേരാണ് ഇന്ന് മരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 129 പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 36 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 14 പേർക്ക് എലിപ്പനിയും കണ്ടെത്തി. സംസ്ഥാനത്ത് ആകെ 12,508 പേർ പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ H1N1 ബാധിച്ച 47-കാരിയാണ് മരിച്ചത്. മേഖലയിൽ 2 പേർക്ക് മലമ്പനിയും ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ പൊന്നാനിയിൽ മാത്രം മലമ്പനി ബാധിച്ചവരുടെ എണ്ണം 3 ആയി. സർക്കാർ ആശുപത്രികൾ പനിബാധിതരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരൂർ. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ പാമ്പ് കടിച്ചു. മകളെയും കൊണ്ട് ആശുപത്രിയിലെത്തിയ പുതുനഗരം കരിപ്പോട് സ്വദേശി ഗായത്രിയെയാണ് പാമ്പ് കടിച്ചത്. യുവതി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിനോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തേടി. എന്നാൽ യുവതിയുടെ ശരീരത്തിൽ പാമ്പ് കടിയേറ്റതിന്റെ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. വിഷം ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നായിരുന്നു ആശുപത്രി സന്ദർശിച്ച മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. പാമ്പ് കടിയേറ്റ വാർത്ത പുറത്തുവന്നതോടെ ആശുപത്രി പരിസരം ശുചിയാക്കാൻ തിരക്കിട്ട നീക്കവും നടത്തി. ഇന്ന് രാവിലെ സ്ത്രീകളുടെ വാർഡിന് സമീപത്ത് വെച്ചാണ് അടിച്ചിറ സ്വദേശി ഗായത്രിയെ പാമ്പ് കടിച്ചത്. വാർഡ് ശുചീകരിക്കാൻ ചൂലെടുക്കുന്നതിനിടയിലാണ് കടിയേറ്റത്. യൂറിൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കുട്ടിനെ യൂറിൻ പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി താഴെ ഇരുത്തിയപ്പോൾ യൂറിൻ താഴെ പോയി. അത് അടിച്ചുവിടാനായിട്ട് ചൂലെടുത്തതാണ്. വാർഡിന്റെ തൊട്ട് തന്നെ ചൂലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തപ്പോൾ അതിനകത്ത് ഈ പാമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ അമ്മന്റെ കയ്യിൽ പാമ്പ് കടിച്ചു. കയ്യിലാണ് കടിച്ചത്. അപ്പോൾ എത്രയും വേഗം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. കൊണ്ടുവന്ന് ഇപ്പോൾ ആള് നിരീക്ഷണത്തിലാണ്. 24 hours ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ ശുചിത്വമില്ലായ്മയ്ക്കെതിരെ നാട്ടുകാരും ഗായത്രിയുടെ ബന്ധുക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ആ കുട്ടി 8 മാസമായിട്ടുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ അഡ്മിറ്റായത്. ഇപ്പോൾ കുട്ടി ഒരു ഭാഗത്തും അമ്മ ഒരു ഭാഗത്തും ഒബ്സർവേഷനിൽ കിടക്കുകയാണ്. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാല് കൊടുക്കാനും മറ്റു ഒരു സൗകര്യങ്ങളും പറ്റാത്തൊരു സാഹചര്യത്തിൽ. ഇത് ഈ ആശുപത്രിയുടെ ശുചീകരണമില്ലായ്മ കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ള അനാസ്ഥയാണ്. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി സൂപ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് തേടി. ആശുപത്രി പരിസരം മന്ത്രി K. കൃഷ്ണൻകുട്ടി സന്ദർശിച്ചു. പരിസരം പൂർണ്ണമായി ശുചീകരിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നില്ലെന്നും സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു വിഷമത്തിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണാനില്ല. ഇനി ഒരു 5 മണിക്കൂർ കൂടി കഴിഞ്ഞ ശേഷം ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. അത് നോക്കട്ടെ. ഇവിടെ വൃത്തിയാക്കണം എന്നുള്ളത് നമുക്ക് നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അത് വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. DVFI പ്രവർത്തകരെത്തി ആശുപത്രി പരിസരം ശുചീകരിച്ചു. 24 പാലക്കാട്.
ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. പഞ്ചാബ് സർക്കാരിന് തിരിച്ചടി. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരമില്ല. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ബൽറാം, കേരളത്തിലടക്കം ഈ രീതിയിലുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായതാണ്. ഇപ്പോൾ പഞ്ചാബിന്റെ ഇത്തരം നടപടി, അതിൽ അംഗീകാരം ലഭിക്കുന്നില്ല രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നും. രാഷ്ട്രപതി ആ ബില്ല് തിരിച്ചയച്ചു എന്ന വാർത്ത വരുന്നു. വിവരങ്ങൾ. പ്രജിൻ, കഴിഞ്ഞ ജൂൺ 19, 20 തീയതികളിലാണ് പഞ്ചാബ് സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുകയും ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം മുഖ്യമന്ത്രിയെ സർക്കാർ സർവകലാശാലകളുടെ ചാൻസലർ ആക്കുന്നതിനുമായി പഞ്ചാബ് സർവകലാശാല നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത്. ഇതടക്കമുള്ള 4 ബില്ലുകളാണ് ആ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കിയത്. ഈ സമ്മേളനത്തെ തന്നെ നിയമവിരുദ്ധം എന്നാണ് ഗവർണർ പിന്നീട് വിശേഷിപ്പിച്ചത്. തുടർന്ന് ഈ ബില്ലുകൾ ഒപ്പുവെക്കാതെ ഗവർണർ നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുകയും പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും കഴിഞ്ഞ നവംബറിൽ ഗവർണർക്കെതിരായ വിമർശനങ്ങൾ, രാജ്ഭവനെതിരെ വിമർശനം ഉയരുകയും തുടർന്ന് ആ ബില്ലുകൾ പാസാക്കിയത് നിയമപരം വിധേയമായി തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ ആ ബില്ലുകൾ പരിഗണിക്കണമെന്ന നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ പിന്നീട് ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു നൽകിയത്. ഇക്കാര്യത്തിലാണ് രാഷ്ട്രപതി തീരുമാനമെടുത്തിരിക്കുന്നത്. പഞ്ചാബ് സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ബില്ലുകൾ രാഷ്ട്രപതി അംഗീകരിച്ചിട്ടില്ല. ബില്ലുകൾ അംഗീകരിക്കാതെ തിരിച്ചയക്കാനാണ് രാഷ്ട്രപതി ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ അടക്കമുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമാനമായ ബില്ലുകൾ സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയിരുന്നു. പഞ്ചാബ് സർക്കാരിന്റെ ഈ നീക്കത്തിന് എന്തായാലും രാഷ്ട്രപതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. തുടർ നീക്കങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിലാകും വ്യക്തമാവുക. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യാപാരി വ്യവസായി സമിതി സ്ഥാപക നേതാവും തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ ബിന്നി ഇമ്മട്ടി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വ്യാപാരി വ്യവസായി സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റും CPIM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. മൃതദേഹം നാളെ രാവിലെ 10 മുതൽ 11:30 വരെ CPIM തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും 12 മുതൽ 1 മണി വരെ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലും തുടർന്ന് ഇമ്മട്ടി ടവറിലെ വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4-ന് കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. ബിന്നി ഇമ്മട്ടിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അനുശോചിച്ചു. ഗുജറാത്തിൽ ചാന്ദിപുര വൈറസ് വ്യാപനത്തിൽ മരണം 8ആയി. ഒരാഴ്ചയ്ക്കിടെ 6 കുട്ടികളാണ് മരിച്ചത്. രോഗലക്ഷണങ്ങളുമായി 15 പേരാണ് ചികിത്സ തേടിയത്. പനി രൂക്ഷമാവുകയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നതുമാണ് ചാന്ദിപുര വൈറസ് ബാധയുടെ രീതി. 72 മണിക്കൂറിനുള്ളിൽ രോഗം മൂർച്ഛിച്ച് രോഗി മരണത്തിലേക്ക് നീങ്ങുന്നു. ജൂലൈ 10-നാണ് ഗുജറാത്തിലെ സബർഗന്ത ജില്ലാ ആശുപത്രിയിൽ 4 കുട്ടികൾ രോഗലക്ഷണങ്ങളുമായി മരിച്ചത്. ഇവരുടെ രക്തസാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിൽ അയച്ച് സ്ഥിരീകരിച്ചു. അപ്പോഴേക്കും രോഗലക്ഷണങ്ങളുമായി 4 പേർ കൂടി ആശുപത്രിയിലെത്തി. സബർഗന്ത, ആരവല്ലി, ഖേദ്, മേസാന, രാജ്കോട്ട് എന്നീ ജില്ലകളിലായി 15 കേസുകളാണ് ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തത്. രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ആശുപത്രിയിൽ എത്താൻ തുടങ്ങിയതോടെ ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനി ബാധിക്കുന്ന എല്ലാവരും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തണമെന്നാണ് നിർദ്ദേശം. 1965-ൽ മഹാരാഷ്ട്രയിലെ ചാന്ദിപുരയിൽ കണ്ടെത്തിയ വൈറസിന് ഇതുവരെ ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. രോഗലക്ഷണങ്ങൾക്കാണ് ചികിത്സ. 2003-2004 കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെയായി 300-ലധികം പേരുടെ ജീവനെടുത്ത വൈറസാണിത്. രോഗം പരത്തുന്നത് കൊതുകുകളും ഈച്ചകളുമായതിനാൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. 24 മുംബൈ. ദേശീയപാതയിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ കോരാണിയിൽ വാഹനാപകടം. ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് ജീപ്പ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. രാത്രി 9 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്ത് പോയ മിനി വാനും എതിർദിശയിൽ നിന്ന് വന്ന ജീപ്പുമായാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനാൽ സൈബർ ആക്രമണം നേരിടുന്നതായി ചിത്രകാരി ജസ്ന സലീം. തന്നെ ഹണി ട്രാപ്പുകാരിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നു. നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന റോഷൻ, ബൈജു എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജസ്ന സലീം വ്യക്തമാക്കി. ശ്രീകൃഷ്ണ ചിത്രം വരയ്ക്കുന്നതിനാലാണ് സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നതെന്ന് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ ജസ്ന സലീം. തനിക്കും കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. റോഷൻ എന്ന ഓൺലൈൻ മീഡിയ അവതാരകൻ തന്നെ നിരന്തരം ഉപദ്രവിച്ചു. ഇയാൾക്കെതിരെ നേരത്തെയുള്ള കേസ് അട്ടിമറിക്കപ്പെട്ടു.
ടി സിദ്ദിഖ് MLA ഇയാൾക്ക് സഹായം നൽകുന്നതായും ജസ്ന സലീം ആരോപിച്ചു. BJP നേതാവ് ശോഭാ സുരേന്ദ്രനും തന്നെ വേട്ടയാടാൻ കൂട്ടുനിൽക്കുന്നതായാണ് ജസ്നയുടെ ആരോപണം. ക്യാപിറ്റൽ വിഷൻ 24/7 എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവതാരകനാണ്. ഈ വ്യക്തിയുടെ പേരിൽ പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടുണ്ട്. പലര് കുടുംബം നശിപ്പിച്ചൊരു പയ്യനാണ് ഇവന്. നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം ഏതൊക്കെ സ്റ്റേഷനിൽ അവൻ്റെ നേരിൽ ഏതൊക്കെ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലും പോലീസുകാർ അന്വേഷിക്കാതെ അവന് സപ്പോർട്ടായിട്ട് മാത്രമാണ് ഈ നിയമം നിന്നത്. ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ MLA ആണ് എല്ലാവിധ സപ്പോർട്ടും ഓൾക്ക് ചെയ്തു കൊടുക്കുന്നത്. തന്നെ സഹായിക്കുന്നവരെ അപമാനിക്കാൻ ശ്രമം നടക്കുന്നതായും ജസ്ന സലീം പറഞ്ഞു. എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിൻ്റെ പേരിലോ? ഞാനൊരു ചിത്രം വരച്ചതിൻ്റെ പേരിലോ? അതല്ലേ സമൂഹം കാണുന്ന തെറ്റ്? അതിന് മാത്രം എന്താണ് ഈ തെറ്റുള്ളത്? ഞാൻ എൻ്റെ ഒരു കഴിവിനെയാണ് വിൽക്കുന്നത്. അത് ജസ്ന സലീമിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും ഒപ്പമുണ്ടാകുമെന്നും സ്വാമി ഭദ്രാനന്ദ. ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിയമത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ക്രിമിനലിനെ അയാൾക്ക് ബാക്കപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വലിയ വ്യവസായി ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അയാളെ ബാക്കപ്പ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ആ ഗ്രൂപ്പ്, അതെല്ലാം ഇവരാരാന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. സൈബർ അതിക്രമങ്ങൾക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാനാണ് ജസ്നയുടെ തീരുമാനം. 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ചുമതലകൾ വിഭജിച്ച് നൽകി KPCC. വയനാട് 2 ദിവസമായി നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് വിവാദ വിഷയങ്ങളിൽ തൊടാതെ സമാപിച്ചു. ആത്മവിശ്വാസത്തോടെയാണ് നേതാക്കൾ ക്യാമ്പ് വിട്ടിറങ്ങുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വിവാദങ്ങൾ ഒഴിവായ കോൺഗ്രസ് സംഘടനാ സമ്മേളനമായിരുന്നു ഇത്തവണത്തേത്. ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. ഇതിനായി സംഘടനയെ സജ്ജമാക്കാനുള്ള കർമ്മ പദ്ധതികളാണ് വയനാട്ടിൽ 2 ദിവസമായി നടന്ന ക്യാമ്പിൽ ആവിഷ്കരിച്ചത്. ഇതിൽ പ്രധാനമായിരുന്നു ചുമതലയുടെ വിഭജനം. കോർപ്പറേഷന്റെ ചുമതല മുതിർന്ന നേതാക്കൾക്ക് നൽകി. കണ്ണൂർ K സുധാകരനും എറണാകുളം VD സതീശനുമാണ് ചുമതല. കോഴിക്കോട് രമേശ് ചെന്നിത്തലയ്ക്കും തൃശൂർ റോജി M ജോണിനും കൊല്ലം VS ശിവകുമാറിനും തിരുവനന്തപുരം PC വിഷ്ണുനാഥിനും വിഭജിച്ചു നൽകി. ജില്ലകളെ 3 മേഖലകളായി വിഭജിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റുമാർക്കും ചുമതല നൽകി. ഉത്തരമേഖല T സിദ്ദിഖിനാണ് ചുമതല. മധ്യമേഖല TN പ്രതാപനും ദക്ഷിണ മേഖല കൊടിക്കുന്നിൽ സുരേഷിനുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാ നേതാക്കളെയും കൂട്ടിയിണക്കി മുന്നോട്ടു പോകുമെന്നും തെരഞ്ഞെടുപ്പുകൾക്ക് കോൺഗ്രസ് സജ്ജമെന്നും KC വേണുഗോപാൽ. ഏതായാലും കോൺഗ്രസ് തയ്യാറാണ്. ഈ ബൈ ഇലക്ഷനുകളിലെല്ലാം നേരിടാൻ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ തയ്യാറാണ്. ഞങ്ങൾ കഴിഞ്ഞ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം. പ്രാദേശിക തലത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകാനും സർക്കാരിനെതിരായ പ്രചാരണം കടുപ്പിക്കാനും തീരുമാനമെടുത്തു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരായ പ്രമേയമടക്കം അംഗീകരിച്ചാണ് KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് സമാപിച്ചത്. 24 വയനാട്. ഇനി കായിക വാർത്തകൾ. കോപ്പ അമേരിക്ക വിജയാഘോഷത്തിനിടെ ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ നടത്തിയ വംശീയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് അർജന്റീന താരം എൻസോ ഫെർണാണ്ടസ്. പറഞ്ഞ വാക്കുകളിൽ ന്യായീകരണമില്ലെന്ന് എൻസോ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. കോപ്പ അമേരിക്ക കിരീട നേട്ടത്തിനു ശേഷം ടീം ബസിലെ വിജയാഹ്ലാദത്തിനിടയിലെ പാട്ടിലായിരുന്നു അർജന്റീന താരങ്ങളുടെ ഫ്രഞ്ച് താരങ്ങൾക്കെതിരായ വംശീയ പരാമർശം. ലോകകപ്പിന് ശേഷം കിലിയൻ എംബാപ്പയെ കളിയാക്കിക്കൊണ്ടുള്ള പാട്ട് ആവർത്തിക്കുകയായിരുന്നു താരങ്ങൾ. ഇതെല്ലാം അർജന്റീന മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസിന്റെ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ ലോകം മൊത്തം കാണുകയും ചെയ്തു. ഇതോടെ രൂക്ഷ വിമർശനമാണ് അർജന്റീനയ്ക്കെതിരെ ഉയർന്നത്. സംഭവത്തിൽ അർജന്റീന ടീമിനെതിരെ കേസ് നൽകുമെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും പ്രസ്താവന ഇറക്കി. ഇതോടെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എൻസോ ഫെർണാണ്ടസ്. പറഞ്ഞ വാക്കുകളെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. സംഭവിച്ചത് തെറ്റാണ്. എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരാണ് താൻ. ആ നിമിഷത്തിൽ ഉള്ളതല്ല തന്റെ വ്യക്തിത്വമെന്നും സംഭവിച്ചതിൽ എല്ലാവരോടും മാപ്പു പറയുന്നെന്നും എൻസോ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. കഴിഞ്ഞ ലോകകപ്പിന് ശേഷം കിലിയൻ എംബാപ്പയെ കളിയാക്കിയതിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും വിവാദത്തിൽപ്പെട്ടിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. പൂർത്തിയാവുന്നു.